ഞങ്ങളിപ്പോൾ ഉള്ള പുലിക്കയ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ, കോടഞ്ചേരി. അപ്പോൾ ഏകദേശം ഇവരുടെ ക്ലാസ് ഇന്നത്തെ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് പോവാം. നമുക്കിവിടെ വണ്ടി തിരിച്ചാലോ? ഓക്കെ. അപ്പോൾ നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് തന്നെ, വണ്ടി ഇവിടെ കുറവുള്ള സ്ഥലമാണ്, അതുകൊണ്ട് നമ്മൾ നേരെ ഈ റോട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുകയാണ്, തിരിക്കുവാണ്. കുഞ്ഞെ, ഈ തിരിക്കുമ്പോൾ നീ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ടോ? ഇല്ല. എങ്ങനെയാണ് തിരിക്കണമെന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് നോക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാ വെച്ചാൽ വൃത്തിക്ക് ചെയ്യാം. ഇനി എൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ സ്റ്റോപ്പ് ആയിക്കോട്ടെ. ഓക്കെ. ഒറ്റയ്ക്ക് എടുത്തു പോകാനുള്ള ധൈര്യം കിട്ടിയോ? ഓക്കെ. മുന്നോട്ട് നോക്ക്, മുന്നിൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇച്ചിരി സ്പീഡാക്കി നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഇട്ടോ. ഇനി ഇട്ട് വണ്ടി എന്ത് ചെയ്യുക, നമ്മുടെ പെട്രോളും ലാഭിക്കണം. നമ്മളിങ്ങനെ ഗിയർ കുറഞ്ഞു പോകണമെന്ന് വെച്ചാൽ നമുക്ക് പെട്രോൾ ചിലവ് കൂടുതലായിരിക്കും. പക്ഷേ ഇടാനുള്ള സാഹചര്യം നീ നോക്കണം. ഇനി ഒരാളിങ്ങനെ പറഞ്ഞു തരാൻ ഉണ്ടാവില്ല. ആ പറഞ്ഞു തന്ന കാര്യത്തിന് ഇനി എന്ത് ചെയ്യുക, വൃത്തിയാക്കി എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇപ്പം നമ്മൾ ഏത് ഗിയറിലാണ് ഉള്ളത്? ഓക്കെ. ഇപ്പോഴോ? ഓക്കെ, പോട്ടെ. അപ്പോൾ ഏതാണ്ട് എൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മളിവിടെ എന്താവുകയാണ്, ഇന്നത്തോടുകൂടി ഞാൻ അങ്ങോട്ട് ടാറ്റ പറയുവാണ്. അപ്പോൾ ഓൾറെഡി ഒരു 12 ക്ലാസ്സിൻ്റെ അടുത്താണ് നമുക്ക് ഈ കൊച്ചിന് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. 10 ക്ലാസ് എൻ്റെ വണ്ടി കൊടുത്തു. ഒരു 2 ദിവസം, 1 മണിക്കൂർ വെച്ചിട്ട് 2 ദിവസം എൻ്റെ ഈ വണ്ടിയിലും കൊടുത്തു. അപ്പോൾ മുന്നിൽ ആ വണ്ടി കിടക്കണം കണ്ടോ, ആ റോട്ടിൽ തന്നെ കിടക്കണം. അപ്പോൾ ഇപ്പോഴേ നമ്മൾ മെല്ലെ ഒന്ന് സ്പീഡ് കുറച്ചു. അപ്പോൾ നമ്മളെ ഗിയർ ഇനി എങ്ങോട്ട് പോകണം? പോയി. നമ്മൾ മെല്ലെ എന്ത് ചെയ്തു, മാറ്റി പിടിക്കണം. അപ്പോൾ ആ ഡ്രൈവറാന്ന് തോന്നുന്നു, അവൻ ഡോറ് തുറക്കാൻ വരും. അപ്പോൾ നമ്മൾ ഇച്ചിരിയും കൂടെ മാറ്റി പിടിച്ചിട്ട് എന്ത് ചെയ്യണം, കണ്ടോ ഞാൻ ആ പറഞ്ഞ പോലെ ആയതുകൊണ്ടോ, അവൻ്റെ ഡോറ് തുറന്ന് റോഡിലോട്ട് തുറന്ന് കിടക്കുവാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ റോഡിലോട്ട് നോക്കിയിട്ട് ആ വണ്ടികളുടെ ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ മുന്നോട്ട് ഓടിച്ചു. അപ്പോൾ നമുക്ക് കിട്ടും. നമ്മൾ ഒന്നുമില്ലാതെ അന്തമില്ലാതെ പോകുമ്പോഴാണ്, ഇത് മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. പക്ഷേ നമ്മൾ ഓരോന്ന് കണ്ട് അത് അറിഞ്ഞ് പഠിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, എളുപ്പമായിരിക്കും. വെയിലടിക്കുന്നുണ്ടോ? അങ്ങനെ വെയിലടിക്കുന്നുണ്ട്. താത്തേണ്ട സാധനമാണ് ഏത്, ഇപ്പോൾ താത്തിയ സാധനം കേട്ടോ. അതിൻ്റെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല. എന്നാ അതിൻ്റെ പേര്? ആ, ഓക്കെ. അപ്പം ഇനി എൻ്റെ ആവശ്യം ഉണ്ടോടി? ഇല്ല. പിന്നെ പലരും വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരുണ്ടാവും. ഓൾറെഡി എൻ്റെ സൗണ്ട് ഇച്ചിരി ഇങ്ങനെ തന്നെ കേട്ടോ. അല്ലേ? ചൂടാവുകയാണോ? ഞാൻ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ പുതിയതായിട്ട് കേൾക്കണവർക്ക് ഇയാൾ എന്നെ ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കും. ഞാൻ ഓൾറെഡി ഇങ്ങനെയാണ്, സൗണ്ട് ഇച്ചിരി എന്താണ് കൂടുതലുമാണ്. പക്ഷേ വരുന്നവരാരും എന്താ നിൻ്റെ അഭിപ്രായം, കാരണത്തിന് ചൂടാവലുണ്ടോ? സെറ്റല്ലേ? ഓ, എന്നാ പോവാ, മുന്നോട്ട് നോക്കി പൊക്കോ. അപ്പം വെക്കേഷനൊക്കെ ആണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തെ ഈ ലൊക്കേഷനിൽ ആർക്കെങ്കിലും പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ പഠിച്ചിട്ട് ഒന്നും കൂടെ സെറ്റാവാണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അവരുടെ വണ്ടി തന്നെ ക്ലിയറാക്കി സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വിളിക്കുക. 100% നമുക്ക് റിസൾട്ട് എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കാം. അത് പറ്റുന്ന എനിക്ക് 100% ഉറപ്പുമുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ ആ വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, പോകാം. കാരണം അവനെന്തായി, തിരിയാനുള്ള സ്ഥലത്തേക്ക് ആയി വരുന്നേ ഉള്ളായിരുന്നു. നേരെ മറിച്ച് നമ്മൾ എത്തുമ്പോഴത്തേനും അവൻ തിരിയേണ്ട ആ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്ലോ ആക്കിയിട്ട് എങ്ങോട്ട് വന്നേനെ, ഒന്ന് ഗിയർ സെക്കൻഡിലോട്ട്. ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് നിർത്തേണ്ടിയും വന്നേനെ കേട്ടോ. നിർത്തൂലായിരുന്നോ? ഓക്കെ. നിർത്തൂലേ? ഓക്കെ, എന്നാൽ ശരി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.